മനുഷ്യൻ അവൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരെ പോയി നിന്നെടുത്ത ഫോട്ടോ ആണ് ഈ കാണുന്നത്. 600 കോടി കിലോമീറ്റർ ദൂരെ 1977 വോയേജർ 1 എന്ന് പറയുന്ന ഒരു പേടകം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ജൂപ്പിറ്റർ, സാറ്റൺ എന്നീ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അതിനുശേഷം അതിൻ്റെ യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ 17 കിലോമീറ്റർ ദൂരം എന്ന വേഗത്തിലാണ് വോയേജർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിലല്ല, സെക്കൻഡിൽ. ന്യൂക്ലിയർ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് വോയേജർ പ്രവർത്തിക്കുന്നത്. 13 വർഷത്തിന് ശേഷം 1990 വൈദ്യുതി ലാഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വോയേജറിലുള്ള പല ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. അതേ വർഷം തന്നെയാണ് വോയേജറിലുണ്ടായിരുന്ന അവസാനത്തെ ക്യാമറയും ഓഫ് ചെയ്യുന്നത്. ആ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് അവിടെ നിന്ന് ഭൂമിയുടെ ഒരു ഫോട്ടോ അതെടുത്തു. ഈ കാണുന്ന ഫോട്ടോ ആണ് ഭൂമിയിൽ നിന്ന് ഏകദേശം 600 കോടി കിലോമീറ്റർ അകലെ. ഈ കാണുന്ന ആ ചെറിയ നീല ബിന്ദുവാണ് ഭൂമി. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും, ഓരോ സാമൂഹിക പരിഷ്കർത്താവും സന്യാസികളും, ഓരോ സൂപ്പർ സ്റ്റാറും, പണക്കാരനും പാവപ്പെട്ടവനും, കാമുകി കാമുകന്മാരും, ബാക്ടീരിയയും ബ്ലൂവേലും, കടലും കരയും, പൂക്കളും പുഴകളും എല്ലാം ഈ മനോഹരമായ ബിന്ദുവിലാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കോടിക്കണക്കിന് പ്രപഞ്ച വസ്തുക്കളിൽ ഒരു ചെറിയ പൊടി മാത്രമാണ് ഭൂമി. അതായത് മരുഭൂമിയിലെ എണ്ണിയാലൊടുങ്ങാത്ത മണൽത്തരികളിലെ ഒരു ചെറിയ തരി പോലെ. ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് അല്പമൊന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്തൊരു ആത്മീയ തലത്തിലേക്കാണ് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രശ്നങ്ങളും പരാജയങ്ങളും എത്രയോ ചെറുതാണ്, എത്രയോ നിസ്സാരമാണ്. വോയേജർ 1 അതുപോലെ വോയേജർ 2 ഇവ രണ്ടും വിക്ഷേപിച്ച സമയത്ത് ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ റെക്കോർഡ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അറിയോ നിങ്ങൾക്ക്? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മളെപ്പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏലിയൻ സമൂഹത്തിലേക്ക് ഈ വോയേജർ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് അയച്ചതാണ്, അവരുപയോഗിക്കുന്ന ടെക്നോളജി എന്താണ്, അവിടുത്തെ ജീവിത സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഡാറ്റകൾ അടങ്ങിയിട്ടുള്ള ഒരു അനലോഗ് ഡിസ്ക്കാണ് ഈ ഗോൾഡൻ റെക്കോർഡ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ഭൂമിയിൽ നിന്നെടുത്ത 115 ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. അതുപോലെ പ്രകൃതിയിലെ വിവിധതരം ശബ്ദങ്ങൾ, ലോകത്തിലെ 55 ഭാഷകളിൽ നിന്നുള്ള ഗ്രീറ്റിംഗ്സുകൾ. ഇതിനെല്ലാം അപ്പുറം ഈ വോയേജർ ഏത് സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത് എന്നറിയാൻ, അതായത് ഭൂമിയിലേക്ക് വരാനുള്ള മാപ്പ് അതിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ്റെ ചുറ്റുമുള്ള ന്യൂട്രോൺ സ്റ്റാറുകളുണ്ട്. ഈ ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള റേഡിയേഷൻസ് പുറത്തുവിടുന്നതാണ്. അതായത് അതിൻ്റെ പൾസേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ന്യൂട്രോൺ സ്റ്റാറിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സൂര്യൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ കുറേയധികം ഡാറ്റകൾ ആ ഡിസ്കിനകത്തുണ്ട്. എന്തെങ്കിലും ഒരിക്കലും ഏതെങ്കിലും ഒരു ഏലിയൻ്റെ കയ്യിൽ ഈ ഗോൾഡൻ റെക്കോർഡ് കിട്ടുകയാണെങ്കിൽ അവർക്കത് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഇത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമുള്ള ഉപകരണവും അതിൻ്റെ കൂടെ തന്നെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെ പറയുമായിരിക്കും, നമുക്ക് അന്യഗ്രഹ ജീവികളിൽ നിന്ന് ആദ്യമായിട്ടൊരു കോണ്ടാക്ട് ലഭിച്ചു എന്ന്. ഏലിയൻസ് ഉണ്ട്. ഇത്രയും വലിയ യൂണിവേഴ്സിൽ ഏലിയൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്തെങ്കിലും ഒരിക്കൽ ഏലിയൻസിനെ നമ്മളാണ് കണ്ടെത്തുന്നതെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതാണ്. മറിച്ച് ഏലിയൻസ് നമ്മളെയാണ് കണ്ടെത്തുന്നതെങ്കിൽ അതത്ര നല്ലതല്ല. എങ്ങനെയാണെന്ന് പറയാം. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ ഭൂമി നമ്മുടെയാണെന്നുള്ളൊരു തോന്നൽ. ഈ ഭൂമിയിലുള്ള ജീവികളെല്ലാം നമ്മൾ തന്നെ ഡോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയെ ഉപയോഗിച്ച് ഈ ഭൂമി ഇപ്പോൾ ഏകദേശം വാസയോഗ്യമല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് അവൻ വാസയോഗ്യമായ മറ്റു പ്ലാനറ്റുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അത് അവതാർ സിനിമയിൽ തന്നെയുണ്ട്. അങ്ങനെ അവൻ വാസയോഗ്യമായ മറ്റൊരു പ്ലാനറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്ലാനറ്റിലുള്ള ജീവികളെ അവൻ ഡോമിനേറ്റ് ചെയ്തിരിക്കും. ഏലിയൻസ് എന്ന് പറയുന്നത് എന്തുമാവാം. ഒരു ബാക്ടീരിയ ലെവലിലാവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളായിരിക്കാം. ഇനി തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഏലിയൻ നമ്മളെയാണ് കണ്ടെത്തുന്നതെങ്കിലോ അവർ എന്തായാലും നമ്മളെക്കാളും പവർഫുൾ ആയിരിക്കും, നമ്മളെക്കാളും സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യും. നമ്മുടെ ന്യൂക്ലിയർ വെപ്പണുകൾക്ക് പോലും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. തിങ്ക്.